ഹായ് ഡിയേഴ്സ്, എല്ലാവരും സുഖമായിരിക്കുന്നോ? വായോ, നമുക്ക് ചില കാര്യങ്ങളൊക്കെ പറയാം. നിങ്ങളൊക്കെ ഇപ്പോൾ FBയും ഇൻസ്റ്റഗ്രാമും യൂട്യൂബും ഒക്കെ തുറക്കുമ്പോൾ മടുപ്പ് തോന്നാറില്ലേ? ശരിക്കും എല്ലാ പാരൻസിനും ഭീതിയാണല്ലേ, എന്താണ് ഈ നമുക്ക് ചുറ്റും നടക്കുന്നതെന്ന് ഓർത്തിട്ട്. അപ്പോൾ ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ? എത്ര പേരാണ്, എത്ര പാരൻസാണ് നിങ്ങളുടെ കുട്ടികളുടെ ബെസ്റ്റ് ഫ്രണ്ടായിട്ടുള്ളത്? അങ്ങനെ ആണെങ്കിൽ ഇറ്റ്സ് ടു ഗുഡ്. അങ്ങനെ അല്ലെങ്കിൽ നിങ്ങളാകാൻ ശ്രമിക്കണം. ചോദിക്കട്ടെ ഞാൻ നിങ്ങളോട് ചില കാര്യങ്ങൾ? നിങ്ങളുടെ കുട്ടികളുടെ ബാഗും മൊബൈൽ ഫോണും ഒന്നും പരിശോധിക്കാതെ തന്നെ എല്ലാ കാര്യങ്ങളും നിങ്ങളിലേക്ക് എത്തുന്നുണ്ടെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? അങ്ങനെ ഒരു സ്പേസ് നിങ്ങൾ നിങ്ങളുടെ കുട്ടികൾക്ക് കൊടുത്തിട്ടുണ്ടോ? ചിന്തിക്കൂ. അപ്പോൾ നമ്മളെല്ലാവരും തിരക്കുള്ളവരാണ്. എന്നാലും ഒരു കണക്ഷൻ നിങ്ങളും നിങ്ങളുടെ കുട്ടിയുമായിട്ട് എത്ര അകലെ ഇരുന്നാലും നിങ്ങൾക്ക് കീപ്പ് ചെയ്യാൻ പറ്റും. ശരിയല്ലേ? പറ്റും. നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മളെപ്പോഴും അവർക്ക് അഷ്വറൻസ് കൊടുക്കുക. എന്ത് പ്രോബ്ലം വന്നാലും നമ്മളിലേക്ക് ഓടിയെത്താൻ നമ്മളൊരു തുറന്നൊരു വാതിൽ എപ്പോഴും അവർക്ക് തുറന്നിട്ടേക്കണം. ഒരു പേടിയും വേണ്ട, എന്ത് കാര്യവും അവർക്ക് നമ്മളോട് ഷെയർ ചെയ്യാൻ പറ്റും. ആ സ്പേസ് നമ്മൾ അവർക്ക് കൊടുക്കണം. അതിന് വേണ്ടത് നമ്മൾ തന്നെ ഉണ്ടാക്കണം. ഒരിക്കലും കുട്ടികളത് പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്യത്തില്ല. നമ്മൾ നമ്മുടെ കുട്ടികളുടെ കോൺഫിഡൻസ്, എമ്പതി, കൈൻഡ്നെസ്, അതുപോലെ തന്നെ അവരുടെ സെൽഫ് വർത്ത്, ഇതൊക്കെ വീട്ടിൽ നിന്നാണ് ഉണ്ടാവുന്നത്. അതിന് ഏറ്റവും കാരണമാകുന്നതും പാരൻസ് തന്നെയാണ്. മെയിൻലി ഒരമ്മയ്ക്കാണ് കുട്ടികളുടെ മനസ്സിൻ്റെ വാതായനങ്ങളിലേക്ക് ഏറ്റവും പെട്ടെന്ന് കടന്നു ചെല്ലാൻ പറ്റുന്നത്. അപ്പം നമ്മൾ വേണ്ടത്, നമ്മളെപ്പോഴും അവരെ സ്നേഹം കൊണ്ട് അവർക്ക് റീഅഷുറൻസ് കൊടുത്തുകൊണ്ടേയിരിക്കുക. അവർക്ക് നമ്മളുണ്ട് എന്നുള്ളത്. അവരെ ഒരിക്കലും നമ്മൾ ഡിസ്റെസ്പെക്റ്റ് ചെയ്യരുത്. അവർ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവരെ അപ്രീഷിയേറ്റ് ചെയ്യുക. അവരോട് താങ്ക് യു പറയുക. അവരെ താങ്ക് യു പറയാൻ പഠിപ്പിക്കുക. അതുപോലെ ഗ്രേറ്റ്ഫുൾ ആയിരിക്കാൻ പഠിപ്പിക്കുക. കുട്ടികൾ എപ്പോഴും നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ പലപ്പോഴും നമ്മളത് കാണാതെ പോകാറുണ്ട്. അതുപോലെ തന്നെ അവർ ചെയ്യുന്ന കുറ്റങ്ങളെ ഒരുപാട് മറ്റുള്ളവരുടെ മുന്നിലൊക്കെ തുറന്ന് കാണിച്ച് കുട്ടികളെ ഡിസ്റെസ്പെക്റ്റ് ചെയ്യുന്ന പാരൻസും ഉണ്ട്. അങ്ങനെയും ചെയ്യാതിരിക്കുക. അവരെ കേഴ്സ് ചെയ്യാതിരിക്കുക. എപ്പോഴും അവരെ ബ്ലെസ് ചെയ്യുക. അവർക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തുകൊണ്ടേയിരിക്കുക. അവരോട് നമ്മൾ തുറന്ന് സംസാരിക്കുക. ഈ ലോകത്തിൻ്റെ കീഴിലുള്ള എല്ലാ കാര്യങ്ങളെയും കുറിച്ച് അവരോട് സംസാരിക്കാൻ നമുക്ക് പറ്റണം. നമ്മൾ പറഞ്ഞു കൊടുക്കണം. പുറത്തുപോയി അവരെ ചോദിക്കേണ്ട ഇട വരുത്താത്ത രീതിയിൽ പാരൻസ് കുട്ടികളോട് സംസാരിക്കുക. അവരോട് പറയുക, ഇങ്ങനെ കാര്യങ്ങളാണ്, ഇതിങ്ങനെയാണ് ചെയ്താൽ ഇങ്ങനെ വരും, അല്ലെങ്കിൽ അങ്ങനെ അല്ല, അതങ്ങനെയാണ്, ഇങ്ങനെ ചെയ്യൂ, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യണ്ട എന്നൊക്കെ നമ്മൾ അവരോട് നല്ല രീതിയിൽ പറയാൻ പഠിക്കണം. പക്ഷേ ഇതിനൊക്കെ ഒരു റൂഡ് മെൻറ്റാലിറ്റിയിലൂടെ സംസാരിച്ചാൽ അവരത് അക്സെപ്റ്റ് ചെയ്യണം എന്നില്ല. പക്ഷെ നമ്മൾ ആ ഒരു ഫ്രണ്ട്ലി ആയിട്ട് അവരുടെ കൂടെ അവരിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ മൈൻഡിൻ്റെ ആ വ്യൂ പോയിൻ്റിലിരുന്ന് സംസാരിക്കാൻ നമുക്ക് പറ്റുവാണെങ്കിൽ അവരും മാറും. നമ്മളെപ്പോഴും നമ്മളെ കുട്ടികളെക്കുറിച്ച് നമ്മൾ അവരെക്കുറിച്ച് നല്ലത് പറഞ്ഞില്ലെങ്കിൽ ആരവരെക്കുറിച്ച് നല്ലത് പറയും? അപ്പം നമ്മളാണ് പറയേണ്ടത് നമ്മുടെ മക്കൾ ബെസ്റ്റാണെന്ന്, നമുക്ക് ദൈവം തന്ന ഗിഫ്റ്റാണെന്ന്. നമ്മൾക്ക് ആ ഒരു ബോധ്യം ഉണ്ടെങ്കിലല്ലേ മറ്റുള്ളവർക്ക് അതുണ്ടാവുള്ളൂ. അപ്പോൾ ചാരിറ്റി ബിഗിൻസ് അറ്റ് ഹോം.